ഹായ് മക്കളെ, അപ്പോൾ ലാസ്റ്റ് ടൈം ഒരു 20 ദിവസത്തെ പ്രിപ്പറേഷനിലാണ് നിങ്ങൾ. 20 ദിവസം കൊണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട് അല്ലേ, ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുക എന്നുള്ളതായിരിക്കും അല്ലേ. ഒരൊറ്റ വഴിയേ ഉള്ളൂ മറക്കാതിരിക്കാറുള്ളത്, അത് നിങ്ങൾക്ക് തന്നെ അറിയാം, റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അത് എങ്ങനെ ചെയ്യണം, അതിലാണ് നിങ്ങൾ കൺഫ്യൂഷൻ. സോ മക്കളെ ഓർത്ത് വെച്ചുകൂടാ, നിങ്ങൾ റിവിഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞ ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് തന്നിട്ടുള്ളത്? നിങ്ങൾക്കറിയാം 3 ടൈം സ്ലോട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട് അല്ലേ. മോർണിംഗ് ഉണ്ട്, ഈവനിങ് ഉണ്ട്, ദെൻ നൈറ്റ് ആകുമ്പോൾ ആ ഒരു ടൈം അല്ലേ. ഇത് 3-ലായിരിക്കും നിങ്ങൾ ഇരുന്ന് പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മക്കളെ ഒരു ദിവസം രാവിലെ നിങ്ങളൊരു കാര്യം, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾ ഇരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ആ കാര്യം, ആ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, അന്ന് തന്നെ ആ ദിവസം നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപുള്ള ഒരു 10-15 മിനിറ്റ് യൂസ് ചെയ്തുകൊണ്ട് ആ കാര്യം എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, രാവിലെ പഠിക്കുന്ന കാര്യം അന്ന് നൈറ്റ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും നോക്കുക, റിവൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതെന്താണ്? ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ പഠിച്ചതാ, ഈ മോർണിംഗിൽ പഠിച്ച കാര്യം എന്ത് ചെയ്യുക, രാത്രി കിടക്കാൻ പോകുന്നതിൻ്റെ നിങ്ങൾ പഠിച്ച് എല്ലാ സ്ലോട്ടിലും നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ, പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് എന്തെന്ന് ഒന്ന് ജസ്റ്റ് ചിന്തിക്കുക. രാവിലെ പഠിച്ച കാര്യം എന്താണ്, എൻ്റെ മനസ്സിലുണ്ടോ ആ കാര്യം, അല്ലെ എന്നോട് മറന്നു പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഒരു 1 മിനിറ്റ് ഒന്ന് വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. അത് നിങ്ങളുടെ മനസ്സിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, രാവിലെ പഠിച്ച കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നൈറ്റ് ഉറങ്ങുന്നതിന് മുൻപ് ഈ ഒരു റിവിഷൻ ചെയ്യേണ്ട. പക്ഷേ അതില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൈം യൂസ് ചെയ്തിട്ട് രാവിലെ പഠിച്ച ആ കാര്യം ഒന്ന് റിവൈസ് ചെയ്യുക. ഇത്ര മതി, ഇതിൽ കൂടുതൽ ടൈം ഒന്നും വേണ്ട, ഒരു 10-15 മിനിറ്റ് മതി, അതിൽ കൂടുതൽ വേണ്ട. അത് വെച്ചുകൊണ്ട് ഒന്ന് റിവൈസ് ചെയ്യുക. അതിൽ മുൻപ് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, റെഡി. അങ്ങനെ ചെറുതായിട്ടുള്ള ഒരു റിവിഷൻ നിങ്ങൾ ചെയ്തിരിക്കുക. എപ്പോൾ മാത്രം രാവിലെ പഠിച്ചാൽ നിങ്ങൾക്ക് നൈറ്റ് ഉറങ്ങുന്നതിന് മുൻപ് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, ഓക്കെ അല്ലേ. ഇനി എന്ത് ചെയ്യുക, തൊട്ടടുത്ത ദിവസം, അത് പിറ്റേന്ന് രാവിലെ തന്നെ ഈ സെയിം ടൈം സ്ലോട്ട് നിങ്ങൾ എണീക്കും അല്ലെ. അടുത്ത കാര്യം, അടുത്ത പ്ലാൻ ചെയ്ത ആ ഒരു ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾ എണീക്കും. അത് എണീക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിലും ഓർമ്മ ഇല്ലെങ്കിലും എന്ത് ചെയ്യുക, ഇന്നലെ രാവിലെ പഠിച്ച ആ കാര്യങ്ങൾ ഇവിടെ ആ ഒരു ടൈമിൽ ഒരു 10-15 മിനിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളവിടെ റിവൈസ് ചെയ്തിരിക്കണം. അതിലൊരു ഒരു ഇതുമില്ല, അത് നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ. അതേപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈവനിങ് പഠിച്ച കാര്യം തൊട്ടടുത്ത ദിവസം ഈവനിങ് ആ ടൈമിൽ അല്ലെ മറ്റു കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാതിരിക്കുന്നതിന് മുൻപ് ഒരു 10-15 മിനിറ്റ് യൂസ് ചെയ്ത് റിവൈസ് ചെയ്തോളാം. അതേപോലെ തന്നെ നൈറ്റ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തൊട്ടടുത്ത ദിവസം റിവൈസ് ചെയ്തോളാം. അതിൽ നിങ്ങൾ ഒരു മാറ്റവും വരുത്തണ്ട, അത് നിങ്ങൾ ചെയ്തിരിക്കണം പ്രോപ്പറായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങളോട് മറന്നു പോകും. കാരണം നിങ്ങളൊന്ന് തന്നെ ആലോചിച്ച് നോക്കുക അല്ലെ, വെറും 20-15 ദിവസം കൊണ്ട് നിങ്ങൾ എത്ര കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഒരു ദിവസം തന്നെ ഒരു 3-4 ചാപ്റ്ററുകൾ നിങ്ങൾ കവർ ചെയ്ത് പോയിട്ടുണ്ടാവും, പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസത്തെയോ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നില്ല. അതവിടെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ഏറ്റവും നല്ല ഓപ്ഷൻ റിവിഷൻ. ഇങ്ങനെ ടൈം യൂസ് ചെയ്ത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. റെഡി. സെക്കൻഡ്, ഇനി ഒരു കാര്യം കൊണ്ട് സാർ പറഞ്ഞുതരാം. ഇതും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഈ ദിവസങ്ങളിൽ ഫോളോ ചെയ്തിരിക്കണം. ഒറ്റൊന്നുമില്ല. നിങ്ങളിപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഈ ഒരു ടൈം ഇപ്പോൾ രാവിലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുത്ത് പഠിക്കുന്നു അല്ലെ ഒരു ദിവസം. ആ പഠിക്കുന്ന സമയത്ത് ആ ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന കാര്യം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാം, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എനിക്ക് കിട്ടൂല, അല്ലെങ്കിൽ എന്താണ് എന്നോട് മറന്നു പോകാൻ നല്ല സാധ്യത ഉണ്ട്, അങ്ങനെ തോന്നുന്ന ടോപ്പിക്കുകൾ ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് തന്നെ ചാപ്റ്റർ പഠിക്കുമ്പോൾ മനസ്സിലാവും, ഇത് ടഫാണ്, അല്ലെങ്കിൽ ഇത് എന്നോട് മറന്നു പോകും അല്ലെ. അങ്ങനെ ഉറപ്പുള്ള ടോപ്പിക്, നിങ്ങളോട് മറന്നു പോകും എന്ന ഉറപ്പുള്ള ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പഠിക്കുന്ന സമയം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനത്തെ ടോപ്പിക്സ് എന്ത് ചെയ്യുക, ഒരു നിശ്ചിത ഗ്യാപ്പിൽ നിങ്ങൾ എന്ത് ചെയ്തോളുക, റിവൈസ് ചെയ്തോളുക. അതായത് സാറ് പറഞ്ഞു ഇപ്പോൾ മോർണിംഗിൽ പഠിച്ച കാര്യം അല്ലേ. മോർണിംഗിൽ പഠിച്ച കാര്യം വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വന്ന ശേഷം ഈ ഒരു ടൈം സ്ലോട്ട് യൂസ് ചെയ്യല്ലോ നിങ്ങൾ. ആ ടൈം സ്ലോട്ടിൽ ഒരു 10-15 മിനിറ്റ് യൂസ് ചെയ്തിട്ട് എന്താ, ആ മറന്നു പോകുമെന്ന് ഉറപ്പുള്ള ടൈപ്പ് കൺസെപ്റ്റ് കാര്യങ്ങൾ ഉണ്ടാവല്ലോ. അത് നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത ടൈം സ്ലോട്ട് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അത് വീണ്ടും ചെയ്യാം. ഓക്കെ, അങ്ങനെ ഉറപ്പുള്ള കാര്യങ്ങൾ നിശ്ചിത ഗ്യാപ്പിൽ മക്കൾ എന്ത് ചെയ്തോളാം, റിവൈസ് ചെയ്തോളാം. ഓക്കെ അല്ലേ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മറ്റൊന്നുമല്ല, അത്രത്തോളം കാര്യങ്ങളാണ് നിങ്ങൾ ഓരോ ദിവസവും പഠിച്ച് തീർക്കാൻ നോക്കുന്നത്. സോ ഇങ്ങനെ ഒരു റിവിഷൻ സെക്ഷനും കൂടെ നിങ്ങളത് ഫോളോ ചെയ്തിരിക്കണം. നന്നായിട്ട് പഠിച്ചുകൊടുക്കുക, നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തോടുക. നല്ല മാർക്കിലേക്ക് മക്കൾക്ക് എത്താൻ പറ്റും. അതിനുള്ള ഇത്തരത്തിലുള്ള എഫേർട്ട് നിങ്ങൾ ഇടുക എന്നുള്ളത് തന്നെയാണ് അത് ചെയ്യുക. ഓക്കെ അല്ലേ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.